മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നു. ആര്യനാട് ജംഗ്ഷനിൽ ശ്രീജിയുടെ മൃതദേഹം എത്തിച്ചപ്പോഴാണ് പ്രവർത്തകർ CPM-നെതിരെ പ്രതിഷേധിച്ചത്. ശ്രീജിയുടെ മരണത്തിന് കാരണമായവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സഫ്വാനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സഫ്വാൻ, പ്രതിഷേധം എവിടം വരെയായി? വിശദാംശങ്ങൾ. സച്ചിൻ, ആര്യനാട് ജംഗ്ഷനിൽ അല്പസമയം മുമ്പാണ് ശ്രീജയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എത്തിച്ചത്. ഇവിടെ വലിയ പ്രതിഷേധമാണ് CPM-നെതിരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉയരുന്നത്. ഈ ശ്രീജയുടെ മരണത്തിന് കാരണമായവരെ അറസ്റ്റ് ഉന്നയിച്ചുകൊണ്ടാണ് മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ ഈ ശ്രീജയുടെ മൃതദേഹം ഇവിടെ വെച്ചിട്ടുള്ളത്. ആര്യനാട് ജംഗ്ഷനിൽ ഈ മൃതദേഹം പൊതുദർശനത്തിന് വെക്കാനും ആലോചിക്കുന്നുണ്ട്. ബിന്ദു കൃഷ്ണ, ശബരിനാഥ് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കളും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. വലിയൊരു പ്രതിഷേധമാണ് മുദ്രാവാക്യ വിളികളുമായി. ഈ മരണത്തിന് കാരണമായ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള 4 പേരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ ഇന്നലെ പ്രതിഷേധം സംഘടിപ്പിച്ച് ശ്രീജയെ ആക്ഷേപിച്ചു എന്ന് ആരോപണം ഉന്നയിക്കുന്നവരെ നിയമ നടപടി സ്വീകരിക്കണം, പോലീസ് കേസെടുക്കാൻ തയ്യാറാകണം തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടന്നിരിക്കുന്നത്. ആര്യനാട് ജംഗ്ഷനിലാണ് പ്രതിഷേധം. ആര്യനാട് ജംഗ്ഷനിൽ ഇപ്പോൾ ശ്രീജയുടെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതാക്കൾ അടക്കം ഇവിടെ ഉണ്ട്. ശ്രീജയ്ക്ക് വ്യക്തിപരമായ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. അത് CPM രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തി അവരെ ഒരു മരണത്തിലേക്ക് തള്ളിവിടുകയാണെന്നുള്ള ആക്ഷേപമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ രാവിലെയും ഈ മൃതദേഹം ആര്യനാട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. MLA അടക്കമുള്ള സ്റ്റീഫൻ അടക്കമുള്ളവരെ ഈ മൃതദേഹം ബോഡി കാണിക്കാൻ പ്രവർത്തകർ തയ്യാറായിരുന്നില്ല. ഇതിന് CPM പ്രവർത്തകരെയും ഈ മൃതദേഹം കാണിക്കാൻ തയ്യാറായില്ല. അത്തരത്തിൽ രാവിലെ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധത്തിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ആര്യനാട് ജംഗ്ഷനിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എത്തിച്ചതിനു ശേഷം കാണാൻ കഴിയുന്നത്. സംസ്ഥാന നേതാക്കൾ അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പോലീസ് വിന്യാസവും ഉണ്ട്. ഈ ഭൗതിക ശരീരം ഇപ്പോൾ ഇവിടെ ഈ ജംഗ്ഷനിൽ പൊതുദർശനത്തിന് വെക്കാനാണ്, ഒരു പ്രതിഷേധം എന്ന നിലയിൽ തന്നെ പൊതുദർശനത്തിന് വെക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സച്ചിൻ, ശരി.